Jasna H from S4 Civil, SNIT, Adoor. We are going to discuss about specific speed of centrifugal pump from second module of fluid mechanics. Specific speed of a centrifugal pump. It is defined as the speed of a geometrically simple pump which would deliver 1 cubic meter of liquid per second against a head of 1 meter. It is denoted by NS. യൂണിറ്റ് ഹെഡിൽ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ് ഉള്ള ഒരു ജോമെട്രിക്കലി സിമ്പിൾ പമ്പിൻ്റെ സ്പീഡിനെയാണ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. NS ഉപയോഗിച്ചാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ്പ്രഷൻ: The discharge Q for a centrifugal pump is given as Q is equal to area into velocity of flow. ഏരിയ എന്ന് പറയുന്നത് പൈ ഡി ഇൻറ്റു ബി ആണ്. വെലോസിറ്റി ഓഫ് ഫ്ലോയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് VF ഉപയോഗിച്ച്. അതായത് Q പ്രൊപ്പോർഷണൽ ടു D ഇൻറ്റു B ഇൻറ്റു VF. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ഇക്വേഷൻ നമ്പർ 1. D is diameter of the impeller of the pump and B is the width of the impeller. We know that D proportional to D. Equation number 1 കൊടുക്കുമ്പോൾ Q proportional to D square into VF and it is denoted as equation number 2. Tangential velocity equation എന്ന് പറയുന്നത് U is equal to pi dn by 60 ആണ്. അതായത് U proportional to dn. ഇതിനെ equation number 3 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ടാൻജൻഷ്യൽ വെലോസിറ്റി യുവും വെലോസിറ്റി ഓഫ് ഫ്ലോ VFഉം മാനോമെട്രിക് ഹെഡ് HMുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് U directly proportional to VF directly proportional to square root of HM ആണ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ 4 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. യുവിൻ്റെ വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റൂട്ട് HM പ്രൊപ്പോർഷണൽ ടു DN എന്ന് കിട്ടും. ഇതിൽ നിന്നും ഡിയുടെ വാല്യൂ റൂട്ട് HM ബൈ N ആയിട്ട് കിട്ടും. ഈ വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ Q പ്രൊപ്പോർഷണൽ ടു റൂട്ട് HM ബൈ N ദ ഹോൾ സ്ക്വയർ ഇൻറ്റു VF എന്ന് കിട്ടും. Q പ്രൊപ്പോർഷണൽ ടു HM ബൈ N സ്ക്വയർ ഇൻറ്റു VF. Q പ്രൊപ്പോർഷണൽ ടു HM ബൈ N സ്ക്വയർ ഇൻറ്റു VFന് പകരം റൂട്ട് HM കൊടുക്കാം. കാരണം VF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് HM ആയതുകൊണ്ട്. ഇതിൽ നിന്നും Q പ്രൊപ്പോർഷണൽ ടു HM റൈസ് ടു 3/2 ബൈ N സ്ക്വയർ എന്ന് കിട്ടി. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയ K കൊടുക്കുന്നു. അപ്പോൾ Q ഈക്വൽ ടു K HM റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ N സ്ക്വയർ കിട്ടി. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. HM 1 മീറ്ററും Q 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡും ആകുമ്പോൾ N ബിക്കംസ് NS. ഈ വാല്യൂസിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 5ൽ കൊടുക്കുന്നു. 1 ഈക്വൽ ടു K ഇൻറ്റു 1 റൈസ് ടു 3/2 ബൈ NS സ്ക്വയർ ഈക്വൽ ടു K ബൈ NS സ്ക്വയർ. therefore K ഈക്വൽ ടു NS സ്ക്വയർ. കെയുടെ ഈ വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 5ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Q ഈക്വൽ ടു NS സ്ക്വയർ ഇൻറ്റു HM റൈസ് ടു 3/2 ബൈ N സ്ക്വയർ. ഇതിൽ നിന്നും NS സ്ക്വയർ ഈക്വൽ ടു N സ്ക്വയർ Q ബൈ HM റൈസ് ടു 3/2 എന്ന് കിട്ടി. സ്പെസിഫിക് സ്പീഡ് NSൻ്റെ വാല്യൂ N റൂട്ട് Q ബൈ HM റൈസ് ടു 3/4 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് പമ്പ്സ് റിക്വയർഡ് ടു ടേക്ക് വാട്ടർ ഫ്രം എ ഡീപ്പ് വെൽ under a total head of 156 meter. Also, the pumps are identical and are running at 1000 rpm. The specific speed of each pump is given as 20, while the rated capacity of each pump is 150 liter per second. Solution: given values are total head H equal to 156 meter, speed N equal to 1000 rpm, specific speed NS equal to 20, capacity of each pump അഥവാ discharge Q equal to 150 liter per second. ഇതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 0.15 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. കണ്ടുപിടിക്കാൻ ചോദിച്ചത് നമ്പർ ഓഫ് പമ്പ്സ് റിക്വയർഡ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഹെഡ് ഡിവൈഡഡ് ബൈ ഹെഡ് ഡെവലപ്ഡ് ബൈ 1 പമ്പ്, ദാറ്റ് ഈസ് H ഡിവൈഡഡ് ബൈ HM. Hൻ്റെ വാല്യൂ ഓൾറെഡി നോൺ ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് HM. NS ഈക്വൽ ടു N റൂട്ട് Q ബൈ HM റൈസ് ടു 3/4 ആണ്. ഇതിൽ നിന്നും HM റൈസ് ടു 3/4 ഈക്വൽ ടു N റൂട്ട് Q ബൈ NS എന്ന് കിട്ടുന്നു. All values other than HM are known.
Substituting the values of n, q and ns, we get hm raised to 3 by 4 equal to 1000 into root of 0.15 divided by 20. Therefore, hm equal to 52.002 meter. Therefore, number of pumps equal to h divided by hm equal to 156 divided by 52.002 equal to 2.999, approximately equal to 3.